യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. രണ്ട് ആത്മാക്കൾ ഒരു ശരീരവും ഒരു മനസ്സുമായി തീരുന്നതിനെയാണ് വിവാഹ ജീവിതം കൊണ്ട് അർത്ഥമാക്കുക. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിലായിരുന്ന വ്യത്യസ്തമായ രണ്ട് വ്യക്തികൾ, വ്യത്യസ്തമായ ചിന്തകളുള്ളവർ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ, വ്യത്യസ്തമായ സംസ്കാരമുള്ളവർ, ചില വ്യത്യസ്തമായ ഭാഷയുള്ളവർ, അങ്ങനെ രണ്ട് വ്യക്തികൾ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുന്നതാണ് വിവാഹമെന്ന കൂദാശ കൊണ്ട് അർത്ഥമാക്കുക. തോബിത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് 8-ാമത്തെ അധ്യായത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അവിടെ തോബിയാസിൻ്റെയും സാറയുടെയും വിവാഹ ജീവിതമാണ്. അവർ പരസ്പരം 3 കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തു. ഒന്ന്, അവർ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. 2, അവർ കുടുംബത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കി. 3, അവർ രണ്ടുപേരും ഒരുമിച്ച് മുട്ടിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തോബിയാസ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം പറയുന്നു. കർത്താവേ, ഞാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അതിനാൽ ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് എന്നെ അനുഗ്രഹിച്ചാലും അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൾ ആമേൻ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ജീവിതമാണ് തോബിയാസിൻ്റെയും സാറയുടെയും ജീവിതം. തിരുവചനം ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പറയുന്നു, മുള്ളുകൾക്കിടയിൽ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരിടയിൽ എൻ്റെ ഓമന. അതായത് മണവാളൻ മണവാട്ടിയെ നോക്കി പാടുന്നതാണ് മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ. എൻ്റെ ഭാര്യ ഒരു ലില്ലിപ്പൂവാണ്, മറ്റുള്ള സ്ത്രീകൾ മുള്ളുകളാണ്. ഉത്തമഗീതം 2:3 പറയുന്നുണ്ട്, മണവാട്ടിയും മണവാളിനെ നോക്കി പറയുന്നു, വനാന്തരങ്ങൾക്കുള്ളിലെ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ ഇടയിൽ എൻ്റെ പ്രാണപ്രിയൻ. അവൻ്റെ തണലിൽ ഞാൻ സ്വസ്ഥമായി ശയിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭർത്താവ് ഒരു ആപ്പിൾ മരമാണ്, സ്വാദുള്ള ആപ്പിൾ മരം. അപ്പോൾ മറ്റുള്ളവർ പാഴ്മരങ്ങൾ. എപ്പോഴാണ് എൻ്റെ ഭർത്താവ് ഒരു പാഴ്മരമാണെന്ന് തോന്നുന്നു, മറ്റുള്ള പുരുഷന്മാർ ആപ്പിൾ മരം, സ്വാദുള്ള ആപ്പിൾ മരങ്ങളാണ് തോന്നുന്നു, ആ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും. അതിനാൽ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിലെ ലില്ലിപ്പൂ, എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിലെ ലില്ലിപ്പൂ, എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിലെ സ്വാദുള്ള ആപ്പിൾ മരം. അപ്രകാരം പരസ്പരം ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിലെ ലില്ലിപ്പൂവായിട്ടും എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിലെ സ്വാദുള്ള ആപ്പിൾ മരമായിട്ടും കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അപ്രകാരം നല്ലൊരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.